ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോ, ഞെട്ടിക്കുന്നൊരു പ്രൊമോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ആദ്യം തന്നെ നമ്മുടെ അലീന ആ ഒരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കൊണ്ടുപോയി നമ്മുടെ രോഹിത്തിന്. അത് അങ്ങനെ തന്നെ തട്ടിക്കളഞ്ഞിട്ട് ആ പാത്രമൊക്കെ തല്ലിപ്പൊളിഞ്ഞ് പോകുന്നുണ്ടേ. അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പെറുക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ഇതൊക്കെ ബബിതയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. പാത്രം പോലും അടഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുവാണ്. പിന്നീട് നമ്മുടെ കൃഷ്ണമോൾ ഇതൊക്കെ ബാലചന്ദ്രനോട് പറയുന്നുണ്ടേ, രോഹിതേട്ടനെ നമ്മൾ മനഃപൂർവ്വം ജയിലിൽ കൊണ്ടുപോയി പിടിച്ചിട്ട പോലെയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവനെ ഇനി തിരികെ ജയിലിൽ കൊണ്ട് തന്നെ ഇടേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പുറത്ത് നമ്മുടെ അലീന രോഹിത്തിനെ ഒന്ന് ശാന്തമാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇവിടെ നിന്നോട് ആർക്കും ഒരു ദേഷ്യമില്ല, നീ നല്ലോണം നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രോഹിത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാനസാന്തരമൊക്കെ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നൊക്കെയുണ്ടേ. പക്ഷെ നമ്മുടെ അലീനയുടെ അടുത്ത് നേരിട്ട് മാപ്പ് പറയാനെന്ന ഒരു മടി താനും. അതിന് പിന്നാലെ നമ്മുടെ രോഹിത്ത് ഏറ്റവും പൊക്കത്ത് നിലയെന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ കൃഷ്ണമോള് അയ്യോ രോഹിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. രോഹിത് അപ്പൊ തന്നെ പൊക്കത്തുനിന്നെടുത്ത് ചാടുന്നുണ്ട്. ബാലചന്ദ്രന് മുന്നിൽ വന്നാട്ടോ കറക്റ്റായിട്ട് നമ്മുടെ രോഹിത്ത് വന്ന് വീഴുന്നു. അപ്പൊ ബാലചന്ദ്രനും എൻ്റെ മോനെ എന്ന് പറഞ്ഞ് വിളിച്ച് അലറുന്നുണ്ട്. അങ്ങനെ രോഹിത് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. ഇനി രോഹിത് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.